ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോക്കോബാറാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോക്കോബാർ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ടെടുക്കാം. അതും വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. പിന്നെ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഐസ്ക്രീമൊക്കെ അതിപ്പോൾ ഏത് ഐസ്ക്രീം ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയുള്ള പാലി ചെയ്യുമ്പോഴാണ് അത്രയും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊരു 1.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വന്ന ശേഷം നമ്മളിത് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിനകത്ത് വേറെ കണ്ടൻസ്ഡ് മിൽക്കോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലും പഞ്ചസാരയും ചെറുതായിട്ടൊന്ന് തിളച്ച് വറ്റുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാല് ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. റവയാണ്. അപ്പോൾ റവ നമ്മളിപ്പോൾ 1.5 കപ്പ് പാലെടുത്തുകൊണ്ട് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അടുത്ത് തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് റവ ചേർക്കുമ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ബാക്കി ചേർക്കുക. റവ ചേർത്തിട്ട് നല്ല കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റവ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ റവ ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് പാലൊന്ന് കുറുകി വരാനൊക്കെ തുടങ്ങും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റവയ്ക്ക് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും കേട്ടോ. പാലൊക്കെ തണുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടെ ഒരു തിക്കായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം മാത്രം നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2-3 തുള്ളി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. വാനില എസൻസ് ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ വളരെ കുറച്ച് വാനില എസൻസ് ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏലക്കായ പൊടിച്ചത് ചേർത്താലും മതി. എന്നിട്ട് നന്നായി ഇതുപോലെ അടിച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല പതഞ്ഞ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്കോബാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2ലും കാണിച്ചു തരാം. 2ൽ ചെയ്താലും നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. ആ ഒരു ഷേപ്പിൻ്റെ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലും ഒഴിക്കുന്നുണ്ട്, അതുപോലെ ഇതുപോലത്തെ മോൾഡിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ ചോക്ലേറ്റ് സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ചോക്ലേറ്റിൽ നമ്മൾ മുക്കിയെടുക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഐസ്ക്രീമാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇതുപോലെ കടയിൽ വാങ്ങാൻ കിട്ടും. അതാണ് നമ്മളിതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ കവർ ചെയ്തിട്ട് സ്റ്റിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 4 എണ്ണമാണ് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി ഇതൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി സെറ്റായി കിട്ടണം. രാത്രി വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് ഐസ്ക്രീമൊക്കെ സെറ്റായ ശേഷമാണ് നമ്മളിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ ബൗളിലായിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് ഓളം ചോക്ലേറ്റ് എടുക്കുക. പിന്നെ ചോക്ലേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഡാർക്കും മിൽക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്തിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2-3 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളല്ലെങ്കിൽ ഐസ്ക്രീം മുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ അതിങ്ങനെ നമുക്ക് മുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലൂസാക്കി വേണം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്ത ശേഷം നമ്മൾ നന്നായി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ അതൊന്ന് വിട്ട് കിട്ടും. വിട്ട് കിട്ടിയ ശേഷം ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ട് വേണം ഉണ്ടാവാനായിട്ട്. അതുപോലെ നമ്മുടെ ഐസ്ക്രീമും ഞാൻ ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കിതുപോലെ മുക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ മുക്കി നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് സെറ്റാവും പെട്ടെന്ന് തന്നെ ആ തണുപ്പ് കൊണ്ട്. ഞാനിവിടെ ഒരുപാട് ചോക്ലേറ്റ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ അറ്റത്തൊന്നും അധികം മുങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, നല്ല തണുപ്പില്ലെങ്കിൽ നമ്മളിതുപോലെ മുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് അതിൽ പിടിക്കില്ല, അടർന്ന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കിത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം തന്നെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് വേണമെങ്കിലും എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഓൾറെഡി സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മോൾഡൊന്നും ഇല്ലെങ്കിലും നിങ്ങളിതുപോലെ ഗ്ലാസ്സിലാണെങ്കിലും ചെയ്തിട്ടെടുത്താൽ മതി, നന്നായിട്ട് തന്നെ കിട്ടും. ഇത്രേ ഉള്ളൂ. നമ്മുടെ ചോക്കോബാർ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ റവയും പാലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഒന്നും മുക്കിയില്ലെങ്കിൽ പോലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക കേട്ടോ. താങ്ക്